സൊസൈറ്റി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മാതിരി കഴിഞ്ഞ 2003 അതിന്റെ രൂപീകരണം. അതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ഒരു 1/4 നൂറ്റാണ്ടിലേക്ക് എടുക്കാൻ പോകുന്ന ഈ സമയത്തും നടത്തി. അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഏപ്രിൽ മാസം 1-ാം തീയതി. ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ TM പ്രതാപനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ശിഷ്ട മുഖ്യാതിഥിയായി ശ്രീ ജോസ് വള്ളൂര്, അതുപോലെ തന്നെ ആദ്യ നിക്ഷേപം സ്വീകരിക്കുന്ന സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സത്യനാഥ്. ഈ സൊസൈറ്റിക്ക് അന്തിക്കാടും മണലൂരുമാണ് ഇതിന്റെ പ്രവർത്തന. ജീന നന്ദനും, അതുപോലെ തന്നെ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സൈമൺ തെക്കത്ത് ആണ് ഇതില് വിശിഷ്ട സാന്നിധ്യമായി ആ പരിപാടിയിലുണ്ട്. അപ്പോൾ അന്തിക്കാട്ടെ നമുക്കറിയാം, സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള വളരെ വിശ്വാസ്യതയുള്ള ഒരു മേഖലയാണ് സഹകരണ മേഖല. ആയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്ന ഈ ഘട്ടത്തിൽ അന്തിക്കാട്ട് ഈ പ്രസ്ഥാനം, സഹകരണ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ, നല്ലവരായ ആളുകളുടെ സഹകരണങ്ങൾ കൊണ്ടാണ് കഴിയുന്നത്. ഇനിയും അത് തുടർന്നുള്ള എല്ലാവിധ സഹകരണങ്ങൾ നമുക്കറിയാം. സ്വകാര്യ പണമിടപാടുകാരിൽ നിന്ന് സാധാരണക്കാരായ ആൾക്കാരാണ് അത് പലതരത്തിലുള്ള ആകർഷണീയമായ പല കാര്യങ്ങളെ കൊണ്ടും, ചിലപ്പോൾ നിക്ഷേപത്തിന് അല്പം പലിശ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ സഹകരണ മേഖലയിൽ നിന്ന് പോലും വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇടുകയും ദിവസേന എന്നോണം സ്ഥാപനങ്ങൾ പലതും പൊളിഞ്ഞു എന്നുള്ള വാർത്തകളാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ സഹകരണ സ്ഥാപനത്തിന് ജനങ്ങൾ നൽകുന്ന ഒരു വിശ്വാസ്യത, അതുപോലെ തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണം, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊന്നും ആരുടെയും പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാര് ചില അനഭിലഷണീയമായ ചില പ്രവണതകളൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് ഈ മേഖലയെ അവര് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ് എന്ന അഭിപ്രായം കൂടിയാണ് നമുക്കുള്ളത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹകരണ മേഖലയിൽ ഇത് സാധാരണക്കാരന്റെ ഒരു അഭയകേന്ദ്രമാണ്. ഒരു വളരെ അത്യാവശ്യമായി ഓടി വന്നാൽ ഒരു സാമ്പത്തിക സഹായം ആവശ്യത്തിന് ലഭ്യമാകുന്ന ഈ സ്ഥാപനം, ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് വളരെ അനിവാര്യമാണ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. അതുകൊണ്ട് തീർച്ചയായും ആ രീതിയിലുള്ള ഒരു നല്ല ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥാപനത്തിന് തുടർന്നും എല്ലാ തരത്തിലുമുള്ള സഹകരണങ്ങളും പിന്തുണയും ഞങ്ങൾക്കുണ്ടാവണം. ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും ഇടപെടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു സഹകരണ പ്രസ്ഥാനം നമ്മുടെ നാടിൻ്റെ ഒരു അനിവാര്യമായ മേഖലയാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖലയുടെ വിജയത്തിന് വേണ്ടി നാളിതുവരെയും ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ സഹകാരികളോടും, അതുപോലെ തന്നെ എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരും, കക്ഷി രാഷ്ട്രീയത്തിന് ഒക്കെ അതീതമായി ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തികച്ചും വളരെയേറെ ചാരിതാർത്ഥ്യജനകമാണ്. ഇനിയും തുടർന്നുള്ള കാലഘട്ടങ്ങളിലും ആ തരത്തിലുള്ള പിന്തുണയും സഹകരണങ്ങളും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഏപ്രിൽ മാസം 1-ാം തീയതി 10 മണിക്ക് ഇതിന്റെ ഉദ്ഘാടന വേളയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. അടയ്ക്കാത്ത ആളുകൾക്ക് സ്വാഭാവികമായും നമ്മൾ അതിന്റെ നിയമപരമായ നടപടികൾ ചെയ്യാതെ നമുക്ക് പറ്റും. നമുക്കൊന്ന് അല്ല, ജപ്തി തന്നെയാണ്. ജപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്തി അതങ്ങനെ കൊടുന്നതിനെ അങ്ങോട്ട് പോയിട്ട് ഒരു ദിവസം പോയിട്ട് ജപ്തി ചെയ്യല്ല. നമ്മളത് അവർക്ക് ഇടപാടുകാർക്ക് കൊടുക്കുകയും പരമാവധി അത്തരം നടപടികളിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്കൊന്നും ആഗ്രഹമില്ല. അത് ഇടപാടുകാരും കൂടി ഞങ്ങളോട് പരമാവധി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം ഒരു ഏതെങ്കിലും തരത്തിൽ ബാധ്യതകളും കാര്യങ്ങളും കൊണ്ടുള്ള ഞങ്ങൾ നടത്തും. പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന മാതിരി കൃത്യമായ